ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ഇതെന്നാ ക്ലാരമ്മേ പണിയാ? ഞാൻ മുളക് പറിക്കായിരുന്നു ചേച്ചി. ചേച്ചി ഇതിലെ അതെ, ഞാൻ നമ്മുടെ പള്ളി ഇവിടെ അടുത്തല്ലേ. എനിക്കിന്ന് ക്ലാസ് ഉണ്ട് അവിടെ. അപ്പം ഞാൻ ഓർത്തു ഓട്ടോയും വേണ്ട കാറും വേണ്ട, ഈ പറമ്പിക്കടെ അങ്ങ് പോകുവാണേലേ നല്ല തണലുണ്ട്, അങ്ങനെ അങ്ങ് പോകാമെന്ന് ഓർത്ത് വന്നാ. ഇന്നെന്നാ വല്ല തേങ്ങ അരച്ച കറിയൊക്കെയാണ്. ഇച്ചിരി ചക്ക വേവിച്ചേക്കാം, ഇച്ചിരി കാന്താരി മുളക് അരച്ച് വേവിച്ചാൽ ഒരു പ്രത്യേക അത് ശരിയാ. ശരിക്കും പറഞ്ഞാലേ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കറി ഉണ്ടല്ലോ, ഒതുക്കി വയ്ക്കണമല്ല, തോരനല്ലാതെ ഈ ചാറ് വയ്ക്കുന്ന കറിക്കൊക്കെ ഈ കാന്താരി അരച്ചാൽ ഭയങ്കര ഒരു ടേസ്റ്റാ അല്ലേ? അതുപോലെ ചക്കയ്ക്കും. ചക്ക പുഴുങ്ങുമ്പോഴും കാന്താരി അരച്ചാൽ നല്ലതാ, ഏതായാലും നല്ലതാ. പക്ഷെ കാന്താരി മുളക് ഇപ്പം കിട്ടാൻ വലിയ പാടാ, കടയിലൊന്നും മേടിക്കാൻ കിട്ടൂല. ഇപ്പം ഇങ്ങനെ ഈ പറമ്പിലൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്കും ഇഷ്ടം അതാട്ടോ. പറമ്പിലൊക്കെ 2-3 ഉണ്ട് അതിൽ. അതെ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാന്ന് ചോദിച്ചാൽ ഇത് തേങ്ങ അരച്ച് നല്ല മീൻ, പച്ചമീൻ, കുഞ്ഞു മീനൊക്കെ ചാറ് വയ്ക്കുമ്പോൾ ഈ കാന്താരി അരച്ച് കടുക് വറുത്ത് നല്ല ടേസ്റ്റാണ്. ഏതായാലും കാന്താരി കണ്ടപ്പോഴേ എനിക്കൊരു ഓർമ്മ വന്നേ. ഓ, ഈ കാന്താരി ഉണ്ട്. കാരണം ഈ കാന്താരി കണ്ടപ്പോൾ ഞാൻ ഓർക്കണ്ട, കാന്താരി ഒരു തണ്ട. ഈ കാന്താരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് ക്ലാരമ്മയ്ക്ക് അറിയാവോ? എനിക്ക് ഇതൊന്നുമില്ല അല്ലേ? എന്നാലേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ കാന്താരിയുടെ തണ്ടേന്ന് ഇങ്ങനെ ഇത് വളർന്നങ്ങ് നിൽക്കുമല്ലേ, പന്തലിച്ച് നിൽക്കുക. ഇതിന്റെ ഈ തായ്തണ്ടിലെ ഈ തണ്ടിൽ മുളകുണ്ടോന്ന് നോക്കിയേ, സൂക്ഷിച്ചു നോക്കാം. ഒരു മുളകും ഇല്ല. ഈ തണ്ടിനകത്ത് കണ്ട, തണ്ടിനകത്ത് ഇങ്ങനെ ഒരൊറ്റ മുളക് പോലും തണ്ടിനകത്തില്ല. മുളകുള്ളത് ശ്രദ്ധിച്ചിട്ടില്ല. മുളകുള്ളത് എവിടെയാന്ന് നോക്കിക്കേ. മുളകൊക്കെ അതിന്റെ ശിഖരത്തേലും ഈ ചില്ലകളിലാണ്, അതായത് ഈ ചില്ലകളിൽ മാത്രമേ മുളകുള്ളൂ. അത് ശരിയാ, ചില്ലകളിൽ മാത്രമേ മുളകുള്ളൂ. ചുവന്ന മുളകുണ്ട്, പഴുത്ത മുളക് അല്ലേ, പച്ചമുളകുണ്ട്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഈ ചെടി ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ഇതിൻ്റെ വേര് ഈ തായ്തണ്ടിലേക്ക് വലിച്ചെടുത്ത്, അതിൻ്റെ ജീവരസം വലിച്ചെടുത്ത് അതിങ്ങനെ വളർന്ന് അത് പന്തലിച്ച് അത് ശിഖരങ്ങളായി ചില്ലകളായി ആ ചില്ലകളിലാണ് ഈ മുളകുണ്ടായി നിൽക്കുന്നത്. ഉണ്ടോ? എല്ലായിടത്തും ആ ചില്ലകളിൽ മാത്രമേ മുളകുള്ളൂ. ഈ തണ്ടിൽ മുളകില്ല. തണ്ടിൽ മുളകില്ല. പിന്നെ ഇവിടെ ഒരു കമ്പ് ഉണങ്ങി കിടപ്പുണ്ടല്ലോ, അത് ഉണങ്ങി കണ്ടോ? ഇതാ പറഞ്ഞ ഇതിപ്പോ ഇത് ഈ വേരിൽ നിന്ന് ഇതിങ്ങനെ അതിൻ്റെ ജീവരസം വലിച്ചെടുത്ത് അതിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ദേ ആ തണ്ട് കണ്ടോ, ആ ചില്ല കണ്ടോ, അത് അതേന്ന് അങ്ങ് വിട്ടുപോയി. അത് വിട്ടുപോയി, മുറിഞ്ഞു പോയി. അത് കണ്ടോ? അതുകൊണ്ടാണ് അത് ഉണങ്ങിപ്പോയത് കേട്ടോ. ബാക്കിയെല്ലാം പച്ച നിറമല്ലേന്ന്. അത് വേണ്ടുന്നത്ര നല്ല മുളകുകൾ കായ്ച്ചു നിൽപ്പുണ്ട്, അതിനകത്ത് മാത്രം ഇല്ല. ഇനി ഇതിപ്പോൾ എന്നെ അത് പറിച്ച് നമുക്ക് വെറുതെ പറിക്കണ്ട, അത് ഉണങ്ങി തൂങ്ങി കിടക്കുക അല്ലേ? എനിക്കിപ്പോൾ കണ്ടപ്പോഴാണ് നമ്മളെ ഈശോ നമുക്കൊരു വചനം പറഞ്ഞിട്ടില്ലേ, ഓർക്കണില്ലയോ? അതെ, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ബൈബിളുണ്ട്, ക്ലാസ് എടുക്കാൻ പോകല്ലേ. അത് തന്നെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 15-ാം അധ്യായം വായിക്കുമ്പോഴൊരു 5-ൽ പറഞ്ഞിട്ടുണ്ട്. കാന്താരി മുളകൊന്നും അല്ല പറഞ്ഞേക്കണേ, എന്നാലും ഇത് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും
ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. ഉണ്ടോ? അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ വചനം ഇത് നോക്കിയിട്ട് എനിക്കിപ്പോൾ ഈ കാന്താരി ചെടി കണ്ടപ്പോഴാണ് പിടികിട്ടിയത്. കാരണം ഈശോ അന്ന് പറഞ്ഞത് മുന്തിരിച്ചെടിയെക്കുറിച്ചാണ്. അവിടെ മുന്തിരിയേ ഉള്ളല്ലോ. അതെ, അന്നത്തെ അവിടുത്തെ നാട്ടിലെ കൃഷിയും അവിടെ ഉള്ളത് മുന്തിരിയാണ്. അപ്പോൾ ആ മുന്തിരിച്ചെടി എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ നിലത്തുനിന്ന് വളർന്നു വന്നിട്ട് പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ആ പന്തലിൽ അതിൻ്റെ മുന്തിരിങ്ങ ഉണ്ടായി തൂങ്ങി തൂങ്ങി കിടക്കുക. ചില്ലകളിൽ അതും ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് മുന്തിരിച്ചെടിയൊന്നും നമ്മുടെ ഈ നാട്ടിലില്ല അല്ലേ? ഇപ്പം നോക്കിയാൽ ഈ കാന്താരി ചെടി അങ്ങനെ തന്നെയല്ലേ എന്ന് നോക്കിക്കേ. അതിൻ്റെ തായ്തണ്ടിലൊന്നും മുളകില്ല, ഫലങ്ങളില്ല, ഇല്ല. ആ പൂവും കായും ഈ മുളകെല്ലാം ഉണ്ടായേക്കുന്ന എവിടെ? ഇതിൻ്റെ ചില്ലകളിൽ മാത്രമാണ് ഉണ്ടായേക്കുന്നത്. അപ്പം ഈശോ പറയാം അത് മുറിഞ്ഞു പോയ ഒരു ചില്ലയുണ്ട്. അപ്പം ഈ വചനം വെച്ചൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈശോ പറഞ്ഞു തന്നതാണ്, നീ എന്നിൽ വസിക്കണം. അതായത് നമ്മൾ മുന്തിരിച്ചെടിയും ശാഖകളും. ഈശോ ആരാ? മുന്തിരിച്ചെടി. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പം നമ്മളെല്ലാവരും ശാഖകളാണ്. അപ്പം നമ്മുടെ ചെടി ഏതാ? ഈശോ. ഈശോയാകുന്ന ആ മുന്തിരി ചെടിയിലെ ശാഖകളാണ് നമ്മൾ ഓരോരുത്തർ. അപ്പം നമ്മുടെ ഈ കാന്താരി ചെടിയിലെ ഈ ചില്ലകളുണ്ടല്ലോ, ഈ മുളകൊക്കെ കായ്ച്ചു നിൽക്കണ ഈ ചില്ലകൾ, ഈ ചില്ലകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ ചില്ലകളിലാണ് ഇതിൻ്റെ മുളക് അല്ലെ ഫലം ഉണ്ടാകുന്നത്. മുന്തിരിയിലാണെങ്കിൽ മുന്തിരിങ്ങ പഴം ഉണ്ടാകുന്നത്. ഇവിടെ ഈ കാന്താരിയിലാവുമ്പോൾ ഈ കാന്താരി ചെടിയിലാണ് ചില്ലകളിലാണ് ഈ മുളകുണ്ടാകുന്നത്. അപ്പം ഒന്ന് ഓർത്ത് നോക്കിക്കേ. തായ്തണ്ട് ഈശു, ഈശോയാകുന്ന തായ്തണ്ടിൽ നിന്ന് ശിഖരങ്ങൾ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് ആ ഈശോയാകുന്ന ആ ജീവജലം, ആ ഒരു സ്നേഹശക്തി അത് നമ്മൾ സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് നമ്മൾ നിൽക്കുന്ന ശാഖ, ആ ചില്ലയിലാണ് ഈ മുളക് ഉണ്ടായി നിൽക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്രകൃതം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ ഈശോ ആകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്നാ സംഭവിക്കും? ഈ ഉണങ്ങിപ്പോയ കമ്പ് പോലെ ആയിപ്പോവും. കാരണം ഇത് ഇവിടുന്ന് താഴേന്ന് വേര് വലിച്ചെടുക്കുന്ന തായ്തണ്ടിലൂടെ വരുന്ന ആ ജീവരസം ഈ തണ്ടിൽ വന്നിട്ട് അതേൽ ചേരാൻ പറ്റണില്ല, അങ്ങോട്ട് ഒഴുക്ക് കിട്ടണില്ല. കാരണം അത് മുറിഞ്ഞുപോയി, അത് ഈ തായ്തണ്ടിൽ നിന്ന് വേർപെട്ട് പോയി, അത് മാറിപ്പോയി. അപ്പം ഇതിന് ഈ തായ്തണ്ടുമായിട്ട് കണക്ഷനില്ല. അപ്പം നമ്മൾ ആ നമ്മളാകുന്ന ശാഖകൾ ഈശോയാകുന്ന ഈ തായ്തണ്ടിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ, ഒന്നായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഇതുപോലെ മുറിഞ്ഞ ശാഖ പോലെ വിട്ടുപോയാൽ ഈ ദൈവത്തിൻ്റെ ആ ജീവജലം, ആ സ്നേഹത്തിൻ്റെ ശക്തിയല്ലേ ദൈവകൃപ, അതിൽ നിന്ന് നമ്മൾ അകന്നുപോയി. അപ്പം നമ്മളിലേക്ക് ഈശോ ഇവിടുന്ന് നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുക. എല്ലാ കൃപകളും അനുഗ്രഹവും ഫലം പുറപ്പെടുവിക്കാനുള്ള ശക്തിയും എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആരുടെ കുഴപ്പമാണ്? നമ്മൾ ഉണങ്ങിപ്പോകാൻ കാരണം നമ്മൾ വേർപെട്ടു പോയി. പക്ഷേ ഈശോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. 24 മണിക്കൂറും ഈശോ കൃപകളും അനുഗ്രഹങ്ങളും മുഴുവൻ നമുക്ക് ആവശ്യമായതെല്ലാ ശക്തിയും തന്ന് നമ്മളെ അനുഗ്രഹിച്ച് നിർത്തിയേക്കുക. പക്ഷെ നമ്മൾ ചേർന്ന് ഈ ശാഖ അതിനോട് ചേർന്ന് നിന്നില്ല. ഈ ചില്ല അതിൻ്റെ കൂടെ നിൽക്കാത്തത് കൊണ്ട് അത് വേർപെട്ട് പോയി, അത് മുറിഞ്ഞു പോയി. അപ്പോൾ അതിലേക്ക് ഇത് ഒഴുകുന്നില്ല, അപ്പോൾ അത് ഉണങ്ങിപ്പോയി. ഇതേപോലെ ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ നമ്മളും ഇതുപോലെ മുറിഞ്ഞ ശാഖ പോലെ ആയിത്തീരും. ഇനിയിപ്പോൾ ഈ ചില്ല എന്നതിന് കൊള്ളാം, കൂട്ടിയിട്ട് കരിയിലയുടെ കൂർത്തി കത്തിച്ച് കളയാനേ ഉള്ളൂ. ഇതുപോലെ നമ്മളും ഉപയോഗമില്ലാത്ത വ്യക്തികളായി മാറി. അതായത് ഈശോയുടെ ആ സ്നേഹം കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് മറ്റുള്ളവരെയും ആ സ്നേഹത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത, ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത വ്യക്തികളായി നമ്മൾ മാറിപ്പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ് അല്ലേ? കുടുംബജീവിതം നയിക്കുന്ന ഇപ്പം ഈ ചില്ലകളെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ ചില്ലകളിലാണ് ഫലം വന്നിരിക്കുന്നത്, മുളക് വന്നിരിക്കുന്നത്. അപ്പം ഈ ചില്ലകൾ നമ്മളാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ നീട്ടി വച്ചിരിക്കുന്ന ഒരു ചില്ലയാണ് ഞാൻ. അപ്പം എൻ്റെ കാര്യം എടുത്താൽ, ഞാൻ കുടുംബത്തിലേക്ക് എൻ്റെ ആ കുടുംബത്തിലേക്ക് ഈശോ ഒരു ചില്ല, ഒരു ശാഖയായിട്ട് നിർത്തിയിരിക്കുക. എൻ്റെ തായ്തണ്ടും ആ വേരുമൊക്കെ എവിടെയാ? യേശുവിലാ. ഞാൻ യേശുവിലാ. പക്ഷേ യേശു എന്നെ വളർത്തി ഒരു ചില്ലയാക്കി എൻ്റെ കുടുംബത്തിലേക്ക് നീട്ടി വെച്ചിരിക്കുക.
ഉവ്വ. അവിടെ എൻ്റെ വീട്ടിലാണ് ഞാനാകുന്ന ചില്ല. പക്ഷെ എൻ്റെ വേരും തായ്തണ്ടും എവിടെയാ? യേശുവില്. അപ്പൊ ഈ ചില്ലകളില് ഫലം ഉണ്ടാകണം. ഫലം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ സ്നേഹം. സ്നേഹത്തെ മറികടക്കാൻ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. സ്നേഹം കൊണ്ട് സകലത്തെയും നമുക്ക് കീഴടക്കാൻ പറ്റും. ഈശോ സ്നേഹം കൊണ്ടാണ് കീഴടക്കിയത്. സ്നേഹമാണ് സഹനിക്കാൻ ശക്തി തരുന്നത്. അപ്പം ഈശോ നമ്മളെ ലോകത്തെ സ്നേഹിച്ചു. ഈശോ സ്നേഹിച്ചത് കൊണ്ടാണ് ഈശോ ഈ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് ഈ പീഡയെല്ലാം ഏറ്റവും മരിച്ച് നമുക്ക് സകല സൗഭാഗ്യങ്ങളും തരുന്നതിൻ്റെ പിന്നിൽ സ്നേഹമാണ്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഈശോയാണ്. അപ്പം നമ്മളാകുന്ന ശാഖയിലൂടെ കുടുംബത്തിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു ശാഖയാണെങ്കിൽ ആ ശാഖയിൽ എന്തുണ്ടാകണം? ഫലം ഉണ്ടാകണം. ഫലം എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്നേഹം തന്നെ. സ്നേഹത്തിനകത്തെല്ലാം വരും. സഹനവും കരുണയും സ്നേഹവും സകലതും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അല്ലേ? മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചാലും നമ്മളെ ചീത്ത പറഞ്ഞാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ശാഖയിലൂടെ എന്നിലൂടെ ഞാൻ എന്ത് ചെയ്യണം? ഈശോയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അതിനാണ് ഒരധ്യാപിക സ്കൂളിൽ പഠിപ്പിക്കണം. എന്തിനാ അധ്യാപികനെ ആ സ്കൂൾ തിരഞ്ഞെടുത്ത് അവിടെ പോസ്റ്റ് ചെയ്ത്? അതാണ് ആ ശാഖ. അതൊരു ശാഖയാണ്. ഈശോയുടെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയാണ് അധ്യാപിക. അവരാ സ്കൂളിൽ ചെന്നിട്ട് ശമ്പളത്തിന് മാത്രമല്ല ജോലി ചെയ്യണ്ടേ. അവരവിടെ എന്തിനാ ഈശോ വിട്ടേക്കുന്നത്? കുട്ടികളെയൊക്കെ ഫലം പുറപ്പെടുവിക്കണം. യേശുവിൻ്റെ ഫലങ്ങൾ അവിടെ കൊടുക്കണം. യേശുവിന് സാക്ഷ്യം വഹിക്കണം. ആ യേശുവിൻ്റെ സത്യവും നീതിയും കരുണയും വാത്സല്യവും സ്നേഹവും സഹനവും എല്ലാം ഈ അധ്യാപികയിലൂടെ അവിടെ പരക്കണം. ഫലങ്ങൾ കിട്ടണം. ഫലം ഉള്ളിടത്തല്ലേ എല്ലാവരും വന്നത് എടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ കാന്താരി ചെടി അതേപടി കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാന്താരി മുളക് കൊണ്ടാണ് നമുക്ക് ഉപയോഗം. ചെടിയും വേറെ ഔഷധമൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ഇതേപോലെ അധ്യാപികയാണെങ്കിൽ അവിടെ നമ്മൾ ഓഫീസിലാണ് ജോലി ചെയ്യണമെങ്കിൽ ആ ഓഫീസിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ. ആ ഓഫീസിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാ. അവിടെ യേശുവിൻ്റെ സ്നേഹം കൊടുക്കാനാ. ആ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ച് ആ കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് അവർക്കും കൂടെ അനുഭവവേദ്യമാക്കി കൊടുക്കണം. അപ്പം നമ്മൾ യേശു ആകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖ എന്നെ ഒരു ഓഫീസിലേക്ക് നീട്ടി വെച്ചിരിക്കുക. അതുപോലെ ലോകത്തിലേക്ക് എവിടെ? അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് എഫേസ്യൻകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ 4:16 അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സമന്വയിക്കപ്പെട്ടിരിക്കുക ആര് മുഖേനയാ? ഇവിടെ എഴുതി വെച്ചിരിക്കുക അവൻ വഴി ശരീരം മുഴുവനും. അപ്പം നമ്മളാകുന്ന ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖ, ആ ചില്ലകളും ആ ഫലങ്ങളും നമ്മളും എല്ലാം അവൻ വഴി സമന്വയിക്കപ്പെട്ടിരിക്കുക. ഇത് യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മളെ എല്ലാം ചേർത്ത് നിർത്തിയിട്ട് യേശുവിലൂടെ വരുന്ന ആ സ്നേഹപ്രവാഹം അത് നമ്മളിലൂടെ ഈ ശാഖകളിലൂടെ കടന്നു വന്ന് അത് ഫലങ്ങളായിട്ട് നിൽക്കുക. ആ ഫലങ്ങൾ കണ്ട് ആ ഫലങ്ങൾ എടുത്താണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് വീണ്ടും ഈ ഫലം അന്വേഷിച്ച് വരണ്ടേ. അപ്പം നമ്മൾ ഈ ഫലം ഈശോയുടെ ആ തായ്തണ്ടിൽ നിന്ന് വരുന്നതെല്ലാം ആ സ്നേഹപ്രവാഹം സ്വീകരിച്ച് നമ്മളൊരു സ്നേഹത്തിൻ്റെ ഫലം അതിലെല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ സകല മൂല്യങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിത. അത് നമ്മുടെ വീട്ടിൽ, ജോലിസ്ഥലത്ത്, നമ്മുടെ ചർച്ചിൽ, നമ്മുടെ സഭയിൽ, സമൂഹത്തിൽ എല്ലാം ഈ ഫലം പുറപ്പെടുവിക്കുന്ന ആ അവസ്ഥയിലാകാൻ വേണ്ടി ഈശോയാകുന്ന തായ്തണ്ട്, ആ ചെടി, അത് ഈശോ പറഞ്ഞ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഒരിക്കലും ശാഖയിൽ ഫലം പുറപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ മാവെടുത്ത് നോക്കി, മാവിൻ്റെ ആ വലിയ തായ്തടിയിലൊന്നും മാങ്ങ ഉണ്ടാകണില്ല. ആ മാവ് ഇങ്ങനെ പറന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞു ശേഖരങ്ങളിലാണ് ആ ഇലയൊക്കെ ഉള്ളിടത്താണ് ഈ മാങ്ങ ഉണ്ടായി തൂങ്ങിക്കിടക്കണം. ഈ മാങ്ങയാണ് നമ്മൾ പറിക്കാൻ ചെല്ലുന്നത്. ഈ മാങ്ങ ബലമുള്ളതിനിട്ടേ ഏറും കിട്ടുള്ളൂ. ഇപ്പം ഈ കാന്താരി പറിക്കാൻ എന്തുകൊണ്ടാണ് ഇറങ്ങി വന്നത്? എന്തുകൊണ്ടാണ്? ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരൊറ്റ കാന്താരി മുളക് പോലും ഇല്ലെങ്കിൽ ഇറങ്ങി വരുമോ? പറിക്കാൻ വരും. ഇത് കൊണ്ട പള്ളകളയും അല്ല വെട്ടിക്കളയും അല്ലേ? അതാ. അപ്പം ഈ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അത് നശിപ്പിച്ച് കളയും. നമ്മൾ നശിച്ചു പോകും.
ഫലമില്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് നോക്കിച്ച് വളവും കൂടെ ഒക്കെ ഇട്ട് അടുത്ത കൊല്ലം കാഴ്ചയൊക്കെ ഓർത്ത് നമ്മൾ വളം ഇട്ടൊക്കെ നോക്കും, മഴയൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് നോക്കും. പിന്നെ ചുവടൊക്കെ ഒന്ന് കിളച്ച് നോക്കി കൊടുക്കും, വളം ഇട്ട് നോക്കും. എന്നിട്ടും ഫലം കായ്ക്കുന്നില്ലെങ്കിലോ വെട്ടിക്കളയും. ഇത് തന്നെയാണ് നമ്മളിലും. ഈശോ നമ്മളെ ദീർഘക്ഷമ ഈശോ നമ്മളോട് കാണിക്കുവാണ്. നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ കർത്താവ് കാത്തിരിക്കും. നമ്മൾ ഫലം പുറപ്പെടുവിക്കും, ഇന്ന് വയ്ക്കും, നാളെ വയ്ക്കും, ഇങ്ങനെ ഓർത്തിരിക്കും. പക്ഷെ എന്നിട്ടും പറ്റുന്നില്ല, അത് വെട്ടിക്കളയാനേ നിവൃത്തിയുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളിലൂടെ ഫലം പുറപ്പെടുവിക്കണം. നമ്മുടെ കുടുംബത്തിലേക്കുള്ള ഫലം എന്ന് പറയുമ്പോൾ മക്കളിലേക്ക് ഈ ഫലം ചെല്ലണം. നമ്മളിലൂടെയേ ചെല്ലാൻ പറ്റുള്ളൂ. കാരണം ദൈവം നമ്മളെ ഈശോയുടെ തായ്തണ്ടിനോട് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ ശിഖരങ്ങളാകുന്ന നമ്മൾ അപ്പനാണെങ്കിലോ ഒരപ്പനെ എടുത്ത് നോക്കിയാൽ ഇത് തന്നെ. കാരണം ഈ അപ്പനിലൂടെ കൃപ അവിടെ ഒഴുകണം. അതെങ്ങനെയാ? യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ഹൃദയത്തിലൂടെ, അതിൻ്റെ കരങ്ങളിലൂടെ, അവരുടെ പ്രവൃത്തിയിലൂടെ ഈശോയുടെ ഫലങ്ങൾ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടണം. ഫലം പുറപ്പെടുവിക്കുമ്പോൾ അവരുടെ കൂടെ ജീവിക്കുന്ന, ആ അപ്പൻ്റെ കൂടെ ആ പിതാവിൻ്റെ കൂടെ ആ ഭവനത്തിൽ ജീവിക്കുന്ന മക്കൾ ഈ അപ്പൻ്റെയിലൂടെയുള്ള ഈ സ്നേഹത്തിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങും. ഈ സ്നേഹരാഹിത്യമാണ് എല്ലാ സ്ഥലത്തും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. മക്കൾക്കാണെങ്കിലും സ്നേഹം കിട്ടാതെ വരുമ്പോഴേ അവർ വലിയ വേറെ തിരക്കല്ലേ, എല്ലാവർക്കും തിരക്കാം. പക്ഷെ നമ്മളിത് ഇപ്പോൾ ഈ ചെടി കണ്ടപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പം നമ്മൾ ശരിക്ക് ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയാകുന്നില്ല എങ്കിൽ നമ്മൾ നശിച്ചു പോകും, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി പോകും, തീയിലെറിയപ്പെടാനേ പിന്നെ അതുകൊണ്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ ശരിക്ക് പ്രാർത്ഥിക്കണം. കാരണം അവൻ്റെ ശരീരം, അവൻ വഴി നമ്മുടെ ശരീരം സമന്വയിക്കപ്പെട്ടിരിക്കുക. നമ്മൾ ഈശോയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കാനും നമുക്ക് ഈ ഈശോയുടെ ജീവജലത്തിൽ, ആ സ്നേഹത്തിൽ ഒന്നായിട്ട് നിന്നുകൊണ്ട് ഈശോയിൽ നിന്ന് വരുന്ന ആ ഫ്ലോ നമ്മളിലൂടെ ഒഴുകണം. നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാകണം. നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു അവിടെ ആകണം. നമ്മൾ എന്ത് ശുശ്രൂഷ, ഇപ്പം ഞാനിപ്പോൾ ശുശ്രൂഷയ്ക്ക് പോകുക, എന്നിലൂടെ ഞാൻ ആ യേശുവിൻ്റെ ആകുന്ന ആ തായ്തണ്ടിനോട് ചേർന്ന് നിന്നിട്ട് ആ ഈശോയിൽ നിന്ന് വരുന്ന ആ കൃപകൾ എന്നിലൂടെ, ഈശോ ഇപ്പോൾ അവിടെ ഒരെണ്ണം അറേഞ്ച് ചെയ്തിരിക്കുക, ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുക. കാരണം അവിടെ ഇരിക്കുന്ന, ഇപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈശോ ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കാൻ വേണ്ടി എന്നെ ശാഖയാക്കി നിർത്തിയിരിക്കുക ഈശോ. ഈശോയാണ് എന്നെ ശാഖയാക്കിയിരിക്കുന്നത്, എന്നെ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 15:16 പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും അത് നിലനിൽക്കുന്നതിനും വേണ്ടി. അപ്പം നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് നിലനിൽക്കുന്ന ഫലമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ശുശ്രൂഷയിലേക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് ഈശോ വിടുമ്പോൾ ആ ഫലം, ഞാൻ അവിടെ കൊടുക്കാനുള്ള ഫലം എനിക്ക് ആരാ തരുന്നത്? ഈശോ തരും. ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നില്ല കിട്ടില്ല, ഈ ഉണങ്ങിയ ചുല്ലിക്കപ്പ് പോലെ ആയിപ്പോകും. അപ്പം അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല. ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ദൈവമായിട്ട് വളരെ അടുത്ത്, അല്ലേ, വളരെ ആ ശക്തിയിൽ വേണം പോകാൻ. കാരണം ഈശോയോട് കൂടെ വേണം പോകാൻ. ഈശോയാകുന്ന ശാഖയിൽ നിന്ന് വിട്ടുപോകാൻ, ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ വിട്ടുപോകാൻ പറ്റില്ല. അപ്പം അവിടെ ഫലം പുറപ്പെടുവിക്കാൻ ഈശോ കരുതി വെച്ചിട്ടുണ്ട്. ഈശോയാണ് ഈ ഫലം തരുന്നത്. അപ്പോൾ അത് എന്നിലൂടെ, ഞാനാകുന്ന ശാഖയിലൂടെ ഈശോ ഉൽപ്പാദിപ്പിച്ചത് അവിടെ കൊടുക്കുവാണ്. അപ്പോൾ അതിന് ഈശോയ്ക്കിപ്പോൾ കൈയില്ല, നാവില്ല, ശബ്ദം. അപ്പോൾ അത് എൻ്റെ എടുത്ത് ഉപയോഗിക്കുന്നു, ഞാനത് സമ്മതിച്ചു കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഫലം പുറപ്പെടുവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. അത്രയും പേരെ അവിടെ കൊണ്ടുവന്നിരുത്തി. അവിടെ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കുറവ് ആർക്കാ? അതിൻ്റെ കുറവ് നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര അടുത്തല്ല അല്ല, അതാണ് കാരണം. ഈശോ അവരെ സെലക്ട് ചെയ്തു, അവരെ തെരഞ്ഞെടുത്തു, അവരും പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് അത് നിലനിൽക്കുന്നതിനും വേണ്ടി. പക്ഷെ എന്നെയാണ് അതിന് ഈശോ ഒരു ശാഖയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് അങ്ങനെ ശാഖയായിട്ട് തിരഞ്ഞെടുത്തപ്പം ഞാനത് അവിടെ പോയി, ഞാൻ ശാഖ നീണ്ടു അങ്ങോട്ടേക്ക്. അവിടെ ഞാൻ ഫലം പുറപ്പെടുവിക്കണം. അത് എവിടുന്നാ? ഈശോ ആഗ്രഹിച്ച് അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഫലങ്ങൾ എടുത്ത് അവിടെ കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ ഉണങ്ങിയ ശാഖ പോലെ യേശുവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയാണ്. അപ്പം ഞാൻ പാപം ചെയ്യുക. കാരണം ഈശോയുടെ ഇഷ്ടം ഞാൻ എവിടെ ശുശ്രൂഷ ചെയ്തോ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കണമെന്നാണ്.
അത് പുറപ്പെടുവിക്കാൻ എനിക്ക് പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ ഈശോയായിട്ട് ചേർന്ന് നിൽക്കണം. ഈശോ പറഞ്ഞു നീ എന്നിൽ വസിക്കണം, നീ ശാഖയാ, ഞാൻ മുന്തിരിച്ചെടിയാ, നീ എന്നോട് ചേർന്ന് നിൽക്കണം, നീ ശാഖയാ. ഇത് ഞാൻ അനുസരിക്കുന്നില്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ഫലം എന്നിലൂടെ പുറപ്പെടുവിക്കാൻ പറ്റില്ല ഈശോയ്ക്ക്. അപ്പം ഈശോയുടെ ഹിതം അല്ലേടെ ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുന്ന വ്യക്തിയാണോ ഞാൻ അന്നേരം? അല്ല. അതാണ് ഇപ്പോൾ കുടുംബജീവിതമൊക്കെ അങ്ങനെയാണ്. ഈശോ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഭാര്യയിലൂടെ, ഒരു ഭർത്താവിലൂടെ കുടുംബത്തിൽ എന്തെല്ലാം ഫലങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് ഈശോ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1 പത്രോസ് 4:10 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. ഉത്തമനായ കാര്യസ്ഥന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ചില്ലകൾ ഓരോന്നും ആ ഉത്തമനായ കാര്യസ്ഥനെ പോലെ ഈശോയുടെ ആ കാര്യങ്ങൾ, ഈശോയുടെ കയ്യിൽ ആ ധനം, സ്നേഹം, ആ കൃപ, അനുഗ്രഹം, അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഈശോയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ, അതുപോലെ ഈശോയെ ഇതിനുള്ള കഴിവൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർക്കും, എൻ്റെ ഈശോയെ ഇതൊക്കെ എങ്ങനെയാണ് നിവൃത്തിയാക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ശരിയാണോ എന്നൊക്കെ. ഇവിടെ ഈശോ പറയുന്നുണ്ട്, നമ്മളെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:30 ഈശോ നമ്മളെ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. അപ്പം ഈശോ മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു, ഈശോയോട് ചേർത്തു, അവരെ നീതീകരിച്ചു, അവരെ മഹത്വപ്പെടുത്തി. അപ്പം നമ്മളെയൊക്കെ ഈ ശാഖയാക്കി ഇതിനകത്ത് ബലം പുറപ്പെടുവിക്കാൻ നമ്മളെ ഈശോ വിളിച്ചാലേ കാര്യം നടക്കൂ. ഈശോ വിളിച്ചു, നമ്മളെ വിളിച്ചാണ് നമുക്ക് ദൗത്യം തന്നേക്കണേ. ശുശ്രൂഷ ആയാലും കുടുംബജീവിതം ആയാലും ഒഫീഷ്യലായിട്ടുള്ള ജോലിയാണെങ്കിലും ഈശോ വിളിച്ച് വേർതിരിച്ച് നമ്മളെ നീതീകരിച്ച് മഹത്വപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മൾ ആ ജോലിയിലായിരിക്കുന്നത്. കുടുംബത്തിലെ ദൗത്യമാണെങ്കിലും അപ്പൊ അവിടെ ഈശോയോട് ചേർന്ന് ഈശോ എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നും ആ ശുശ്രൂഷയിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും എല്ലാം ഈശോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഈശോയോട് ചേർന്ന് നമ്മളങ്ങ് ജീവിച്ചാൽ മതി. അപ്പോൾ ഈശോയോട് ചേർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ ഒന്നാകുക. ആ സ്നേഹത്തിൻ്റെ ജീവജലമായി ഒഴുകുന്നത്. ഇപ്പോൾ ഇതിനകത്തൂടെ ഈ സസ്യത്തിന് വളരാൻ ആവശ്യമായതെല്ലാം മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് അത് ഈ തായ്തണ്ടിലൂടെ വന്ന് ഈ ശിലകളിലേക്ക് കൊടുത്ത് അവിടെ ഫലം പുറപ്പെടുവിക്കുക. ഇതിന് തനിച്ച് ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ആ പോഷണം ഇങ്ങ് വരണം. അപ്പം ഇതുപോലെ നമുക്ക് തനിച്ച് ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഈശോയാകുന്ന ആ തായ്തണ്ടിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ സ്നേഹത്തിൽ നമ്മളൊന്നാ. അപ്പം അത് എന്ന് തീരുമാനിച്ചതാ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഈശോ ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ നീ ഇന്ന വീട്ടിലെ ഭാര്യ, നീ ഇന്ന വീട്ടിലെ ഭർത്താവ്, അല്ലെ നീ ഇന്ന ജോലി ഇങ്ങനെ വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റമില്ല. കാരണം നമ്മൾ ഈശോയോട് ചേർന്ന് ഈശോ മുൻകൂട്ടി നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ച കാര്യങ്ങൾ ആ തക്ക സമയത്ത് പൂർത്തിയാക്കാൻ, ആ ഫലം പുറപ്പെടുവിക്കാനുള്ള എല്ലാ കൃപകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, തന്നു കഴിഞ്ഞു. ഇനി ഈശോയ്ക്ക് നന്ദി പറഞ്ഞത് സ്വീകരിക്കണം. പിന്നെ എവിടെയെങ്കിലും ഇപ്പം എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ക്ലാരമ്മയുടെയൊക്കെ പിള്ളേർ വലുതായി പോയില്ലേ, എൻ്റേതും ഒക്കെ വലുതായി. ഒരുപക്ഷെ നമുക്ക് ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും. അപ്പം നമ്മൾ ഈശോയോട് നമ്മൾ കരഞ്ഞപേക്ഷിച്ച് മാപ്പ് പറയണം. ഈശോയെ, ഇതുപോലെ നിന്നോട് ചേർന്ന് നിന്ന് നിൻ്റെ ഈ സ്നേഹം എൻ്റെ മക്കളിലേക്ക് ഫലം പുറപ്പെടുവിക്കുന്ന രീതി കൊടുക്കാൻ പറ്റിയില്ല, നീ ക്ഷമിക്കണേന്ന് ഇപ്പം മാതാപിതാക്കൾ ഒരു കൂട്ടർ പ്രാർത്ഥിക്കണം. പിന്നെ ചിലർ ഗർഭത്തിൽ സ്വീകരിച്ചിട്ടുള്ളവരുണ്ട്, കുഞ്ഞു മക്കളുള്ളവരുണ്ട്. അവർ പ്രാർത്ഥിക്കണം, ഈശോയെ നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്നിൽ നിന്ന് ഇത് സ്വീകരിച്ച്, ഈ സ്നേഹം സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരായി ഞങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിൽ വളർത്തി വലുതാക്കുക. ഈശോയെ പറഞ്ഞില്ലേ വചനം, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 2 വായിക്കുന്നുണ്ടല്ലോ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി വളർന്നു വന്നു. ഇതുപോലെ വളർത്താൻ, ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ ഈശോയെ എനിക്ക് ശക്തി തരണമേ എന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയോട് യോജിച്ചിരിക്കണം. അപ്പോൾ ഒരു വശത്ത് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനിയിപ്പം കൊച്ചുമക്കളെ വളർത്താൻ വേണ്ടി പിന്നെ ആ കൊച്ചുമക്കളെയൊക്കെ അവർക്ക് വളർത്തിയെടുക്കാം, ആ മാതാപിതാക്കൾക്ക് വളർത്തിയെടുക്കാനുള്ള കൃപ കൊടുക്കണേ എന്നും കൂടെ പ്രാർത്ഥിക്കണം. അപ്പം മാധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഡയറക്റ്റായിട്ട് മക്കൾക്ക് വേണ്ടി, മക്കളെ വളർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. കൃപ ഈശോ ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു, അനുഗ്രഹം തന്നു കഴിഞ്ഞു, നമ്മളെ പേര് ചൊല്ലി വിളിച്ചു. ഇനി ഈ കാന്താരി ചില്ലകൾ ഈ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ യേശുവാകുന്ന ആ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയായിട്ട് നമ്മളൊക്കെ അങ്ങ് മാറിയാൽ മറ്റുള്ളവർ ഈശോയെ നമ്മളിൽ കാണും. ആ ഈശോയെ നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇതേ നമ്മുടെ ദൗത്യമുള്ളൂ. അനുചേച്ചിക്ക് മുളകുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ച് കൊണ്ടുപോകും. അതിപ്പോൾ വേണ്ട, ഇപ്പം ഞാൻ പള്ളിയിലേക്ക് പോകും. ഇനി എപ്പോഴേലും വരുമ്പോൾ നമുക്കുണ്ട് പറമ്പിൽ കുറച്ച് മുളകൊക്കെ പറിക്കാൻ നേരമില്ല. എന്നാൽ ശരി ക്ലാരമ്മേ, കണ്ടത് ഏതായാലും കർത്താവ് ഇത്തരം പറയാൻ അവസരം നന്ദി കേട്ടോ. ശരി, എന്നാൽ ശരി, ഞാൻ ഇതിലേ പോകുന്നത്. ഓക്കെ.